ഈ കഴിഞ്ഞ ദിവസമാണ് അഖിൽ മാരാരെ ഒരു ചാനൽ പരിപാടിയിൽ വെച്ച് അവതാരകനായ ഹാഷ്മി വാരിയെടുത്ത് തറയിലടിച്ചത്. ആ സമയത്ത് കൃത്യമായ മറുപടി നൽകാതെ പതറിപ്പോയ മാരാർ എന്തൊക്കെയോ വിഡ്ഢിതങ്ങൾ വീണ്ടും വിളിച്ചു പറഞ്ഞ് കൂടുതൽ അപഹാസ്യനായി മാറുകയായിരുന്നു. ഇപ്പോൾ ഹാഷ്മിയെ തന്തയ്ക്ക് വിളിച്ചുകൊണ്ട് പോസ്റ്റ് ഇട്ടിരിക്കുകയാണ് അഖിൽ മാരാർ എന്ന അഖിൽ കോട്ടത്തല. മാരാരുടെ വാക്കുകൾ ഇങ്ങനെയാണ്: ജനകീയ കോടതി എന്ന പ്രോഗ്രാം കണ്ട ശേഷം തലച്ചോറുള്ള ഒരു വിഭാഗം എന്നോട് ചോദിച്ചു, എന്തിനാണ് അഖിലെ ഈ തന്തയ്ക്ക് പുറക്കാത്ത ഹാഷ്മി വിളിച്ചപ്പോൾ ഈ പരിപാടിക്ക് പോയത്? ഞാൻ വ്യക്തിപരമായോ രാഷ്ട്രീയമായോ ആരോടും ഒരു പകയോ വിദ്വേഷമോ ഉള്ളിൽ സൂക്ഷിക്കാത്ത ഒരു വ്യക്തിയാണ്. അവരുടെ ചാനൽ, അവരുടെ എഡിറ്റർ എന്നിരുന്നാലും ഞാൻ പോയത് എനിക്കൊന്നും ഒളിക്കാൻ ഇല്ലാത്തതുകൊണ്ടും ആരെയും ഭയക്കാൻ ഇല്ലാത്തതുകൊണ്ടും സത്യം എന്റെ ഭാഗത്താണ് എന്ന ഉറച്ച ബോധ്യം ഉള്ളതുകൊണ്ടുമാണ്. സാബു ജേക്കബ് 2020 എന്ന ആളും പേരുമില്ലാത്ത ഒരു പാർട്ടിക്ക് 19 സീറ്റ് വാങ്ങിയതും 40 കോടി കൈപ്പറ്റിയതും ഞാൻ പറഞ്ഞത് ഹാഷ്മിക്ക് ഒരു പ്രശ്നമല്ല. രാവിലെയും ഉച്ചക്കും വൈകിട്ടും ചാനലിൽ ഇരുന്ന് ഒരേ വിഷയത്തിൽ പലതരം അഭിപ്രായങ്ങൾ പറയുന്ന ഹാഷ്മി എന്നോട് എന്റെ നിലപാട് മാറ്റവുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ചോദിച്ചില്ല. അതുമാത്രമല്ല, സാബു ജേക്കബിനെ സംരക്ഷിക്കാനുള്ള വ്യഗ്രതയിലായിരുന്നു ഹാഷ്മി. ഞാൻ മറുപടി പറയാതിരിക്കാൻ സ്വന്തം മൈക്കിന്റെ വോയിസ് ലെവൽ കൂട്ടിവെച്ചും ഞാൻ പറഞ്ഞു തുടങ്ങുമ്പോൾ കട്ട് ചെയ്തും അയാൾ ആഘോഷിക്കുകയായിരുന്നു. തൊണ്ട വയ്യെന്നും ഉച്ചത്തിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടെന്നും ഷോ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞെങ്കിലും 1.25 മണിക്കൂർ ഞാനും ഹാഷ്മിയുമായി ആദ്യ ഭാഗത്തിൽ സംസാരിച്ചതിന്റെ അരമണിക്കൂർ അവർ കട്ട് ചെയ്തു. ഇങ്ങനെ വീണ്ടും വീരവാദങ്ങൾ മുഴക്കുകയാണ് തോറ്റ MLA അഖിൽ മാരാർ. അടുത്തിരുന്ന ഹാഷ്മിയുടെ ചെവിക്കല് അണ്ണൻ എന്താ അടിച്ചു പൊട്ടിക്കാത്ത എന്ന് കുറച്ചുപേര് ചോദിച്ചെന്നും മാരാർ പറയുന്നു. യാഥാർത്ഥ്യങ്ങൾ ഒന്നും ഹാഷ്മിക്ക് കേൾക്കേണ്ട എന്നും ഈ മനോരോഗി തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നപ്പോൾ ലക്ഷക്കണക്കിന് വോട്ടിന് ഞാൻ ജയിക്കും എന്നൊക്കെ വീണ്ടും പരിഹസിക്കുന്നത് കണ്ടിട്ടും ജനകീയ കോടതിയെ വിളിച്ചപ്പോൾ പോയത് എന്റെ മാന്യതയാണ് എന്നാണ് മാരാർ പറയുന്നത്. എന്റെ ഏറ്റവും വലിയ ശത്രുക്കൾ അന്തംഗമ്മികളും സുഡാപ്പികളുമാണ്. ഈ രണ്ട് വിഭാഗത്തിനു വേണ്ടി ജീവിക്കുന്ന രക്തസാക്ഷിയാണ് ഹാഷ്മി. ഒരിക്കൽ പിണറായിയെ വെളുപ്പിക്കാൻ വന്ന് നാണം കെട്ടതിന്റെ പ്രശ്നം മാറ്റാൻ സാബു ജേക്കബിനെ വെളുപ്പിക്കാൻ ഇപ്പോൾ ഇറങ്ങി. അത്രയേ ഉള്ളൂ. എന്നെ എതിർക്കാൻ 3 വിഭാഗം രാഷ്ട്രീയക്കാരും ഉണ്ട് എന്നത് ഹാഷ്മിക്ക് ഗുണം ചെയ്തു. എന്നാൽ ഈ ചർച്ച കണ്ട ബോധമുള്ള മനുഷ്യർക്കെല്ലാം കാര്യം പിടികിട്ടിയെന്നും പറയുന്ന മാരാർ പിന്നീട് ഹാഷ്മിയെ ലൈവായി തന്നോട് സംവദിക്കാൻ വെല്ലുവിളിക്കുകയും ചെയ്യുന്നുണ്ട്. മാരാർ പല കാര്യങ്ങളും പറഞ്ഞും എഴുതിയും പരിഹാസനായി മാറാറുണ്ടെങ്കിലും ഇത്രയ്ക്ക് വിവരമില്ലാത്തവനാണെന്ന് മനസ്സിലായിരുന്നില്ല. ഇന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റോടെ എല്ലാവർക്കും അത് മനസ്സിലാവുകയും ചെയ്തു. തന്തയ്ക്ക് പറക്കാത്ത ഹാഷ്മി എന്നത് എന്ത് പ്രയോഗമാണ് മാരാർ? ചോദ്യങ്ങൾ വരുമ്പോൾ അതിന് മറുപടി കൊടുത്താണ് ഹാഷ്മിയെ അവിടെ അടക്കി ഇരുത്തേണ്ടത്. അല്ലാതെ ഇതൊന്നും അറിയാത്ത ആളുടെ അച്ഛനെ പറഞ്ഞാണ് ആളാകുന്നു, ചെവിക്കല് അടിച്ചു പൊട്ടിക്കും എന്നൊക്കെയുള്ള പരാമർശങ്ങൾ തീർത്തും ബാലിശമാണ്. ആ ചാനലിലേക്ക്, അതും സാബു ജേക്കബിന്റെ കിറ്റക്സ് കമ്പനി സ്പോൺസർ ചെയ്യുന്ന പ്രോഗ്രാമിലേക്ക് അഖിൽ മാരാർ പോയത് പൈസ കിട്ടാൻ വേണ്ടി തന്നെയാണ്. അതിന്റെ കൂടെ കുറച്ചുകൂടി അവിടുന്ന് കിട്ടിയെന്ന് മാത്രം. കിട്ടിയത് മേടിച്ച് സ്വന്തം കാര്യം നോക്കിയിരിക്കുക. താങ്കളുടെ രാഷ്ട്രീയ ബോധവും നീതിബോധവും ബോധമില്ലായ്മയും ഒക്കെ എല്ലാവരും കണ്ടു കഴിഞ്ഞു. താങ്കൾ തന്നെ മറ്റൊരു പോസ്റ്റിൽ പറയുന്നത് പോലെ പ്രതിദിനം 1.5 ലക്ഷത്തോളം രൂപ ശമ്പളം കിട്ടുന്ന ആ സിനിമ അഭിനയവുമായി മുന്നോട്ട് പോകുക. അഗ്നിപരീക്ഷ ഷൂട്ട് മുടങ്ങാതെ ചെയ്യുക. നിരന്തരം വെല്ലുവിളികളും സ്വയം പൊങ്ങലുകളും നിറഞ്ഞ പോസ്റ്റുകൾ ഇടുമ്പോൾ താങ്കളുടെ മനോനിലക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ആളുകൾ ചോദിച്ചാൽ അവരെ കുറ്റം പറയാൻ കഴിയില്ല. അല്ലെങ്കിൽ ഒരു ഡോക്ടറെ കണ്ട് മതിയായ ചികിത്സയും വിശ്രമവും സ്വീകരിക്കുക. സോഷ്യൽ മീഡിയയിലും ഇടപ്പള്ളിയിലെ വനിതാ വിനിത തിയേറ്ററിലും വരുന്ന കോമാളികളുടെ ആ ലെവലിലേക്ക് താങ്കൾ താഴാതിരിക്കുക. മറ്റൊരു കാര്യം, ജനകീയ കോടതിയുടെ ഈ എപ്പിസോഡ് സിനിമയാക്കി റിലീസ് ചെയ്താൽ അഖിൽ മാരാരുടെ മുൻകാല സിനിമകളേക്കാൾ 100 ഇരട്ടി കളക്ഷൻ കിട്ടുമെന്നാണ് കമന്റുകൾ ഭൂരിഭാഗവും പറയുന്നത്.